ഇറാനെതിരായിട്ടുള്ള യുദ്ധത്തിൽ ട്രംപിന്റെ ഒരു വാക്കിനായി കാത്തിരിക്കുകയാണ് നെതന്യാഹു. ഇറാനെതിരായിട്ടുള്ള ഈ യുദ്ധത്തിൽ ഇസ്രായേൽ അമേരിക്കയോടൊപ്പം ചേരുമോ? നെതന്യാഹു തയ്യാറാണ്. ട്രംപ് അന്തിമ തീരുമാനമെടുക്കേണ്ട ഒരു ആവശ്യം മാത്രമേ ഉള്ളൂ എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരികയാണ്. കഴിഞ്ഞ 3 ദിവസമായി അമേരിക്കയും ഇറാനും തമ്മിൽ ഒരു ലോകമഹായുദ്ധത്തിന് സമാനമായ സാഹചര്യം തന്നെയാണ് ഉടലെടുത്തിരിക്കുന്നത്. ഒരു വശത്ത് ബുഷഹർ, ചബഹാർ എന്നിവയുൾപ്പെടെ ഇറാനിലെ പ്രധാന സ്ഥലങ്ങളിൽ അമേരിക്ക ഭീകരമായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തിയപ്പോൾ, മറുവശത്ത് മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾ ഇറാൻ വീണ്ടും ലക്ഷ്യമിട്ടു. ഈ ആക്രമണങ്ങൾക്കിടയിൽ ഇസ്രായേൽ ഈ യുദ്ധത്തിൽ പ്രവേശിക്കാനുള്ള സാധ്യത വളരെയധികം വർദ്ധിച്ചിരിക്കുകയാണ്. നിലവിൽ ഇസ്രായേലും ലെബനനും തമ്മിൽ നല്ല മാരകമായിട്ടുള്ള യുദ്ധമുണ്ട്. ഇറാനും ഇസ്രായേലും തമ്മിൽ നേരിട്ടുള്ള യുദ്ധമില്ല, അമേരിക്കയും ഇറാനും തമ്മിലാണ് യുദ്ധമുള്ളത്. ഇപ്പോൾ ഇസ്രായേൽ കൂടെ യുദ്ധത്തിലേക്ക് പ്രവേശിച്ചാൽ ഏത് രീതിയിലായിരിക്കും കാര്യങ്ങൾ പോവുക എന്നുള്ളതാണ് ലോകരാജ്യങ്ങൾ ആശങ്കപ്പെടുന്നത്. ഇസ്രായേൽ ഈ യുദ്ധത്തിൽ പ്രവേശിക്കാനുള്ള സാധ്യതയും അതുകൊണ്ട് തന്നെ വർദ്ധിച്ചിരിക്കുകയാണ്. റിപ്പോർട്ടുകൾ പ്രകാരം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അംഗീകാരം ലഭിച്ചതിന് ശേഷം ഇറാനെതിരെ സൈനിക ആക്രമണം നടത്താൻ ഇസ്രായേൽ പൂർണ്ണമായും തയ്യാറാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇസ്രായേലി മാധ്യമങ്ങളായിട്ടുള്ള കെൻ, ന്യൂയോർക്ക് പോസ്റ്റ് എന്നിവയുടെ റിപ്പോർട്ടുകൾ പ്രകാരം US-ഉം ഇറാനും തമ്മിലുള്ള ഈ പുതുക്കിയ യുദ്ധം കുറച്ച് ദിവസങ്ങൾ കൂടി തുടർന്നേക്കാമെന്ന് മുതിർന്ന ഇസ്രായേലി ഉദ്യോഗസ്ഥൻ വിശ്വസിക്കുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ ട്രംപ് ഭരണകൂടത്തിന് താല്പര്യമുണ്ടെങ്കിൽ ഇറാനെതിരായ സൈനിക നീക്കത്തിൽ ഇസ്രായേലിന്റെ സഹായം തേടാവുന്നതാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അമേരിക്കയെ പിന്തുണച്ച് ഞങ്ങൾ യുദ്ധത്തിന് തയ്യാറാണ് എന്ന് ഇസ്രായേലി ഉദ്യോഗസ്ഥർ പറയുന്നു. ആവശ്യമെങ്കിൽ ഞങ്ങൾ ഇറാനെതിരെ വീണ്ടും സൈനിക നടപടി സ്വീകരിക്കും. അമേരിക്കയെ പിന്തുണച്ചുകൊണ്ട് ഞങ്ങൾ അത് മുമ്പും തെളിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇസ്രായേലി ഉദ്യോഗസ്ഥരുടെ എല്ലാം പക്ഷമെന്ന് പറയുന്ന ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.